52 വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതും വരും സമയങ്ങളിലും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ 5 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് നെറ്റ് വെബ് ടെക്നോളജി ലിമിറ്റഡ് 1823 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 3060. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. കൂടാതെ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനി പ്രധാനമായും ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 1999 എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിക്ക് 2000 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുണ്ട്. പി സി ബി മൗണ്ടിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റിലും കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. റീസെൻ്റ്ലി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 30 കോടിയിൽ നിന്ന് 43 കോടിയിലേക്ക് ഉയരുകയും കഴിഞ്ഞ 5 വർഷമായി കമ്പനിയുടെ പ്രോഫിറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. മാനേജ്മെൻറ്റും മികച്ചതാണ്. മാനേജ്മെൻറ്റിന് 71% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കൂടാതെ ഗോൾഡ്മാൻ സാൻസ് റീസെൻ്റ്ലി ഈ കമ്പനിയിൽ 1.58% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ICICI ഫ്ലെക്സി ക്യാബ് 1.43% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.02% ഉയർത്തുകയും ചെയ്തു. ശക്തമായ ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ്. IIT ജമ്മു, IIT കാൺപൂർ, ഡാറ്റാ സെൻറ്റർ, NMDC തുടങ്ങിയ കമ്പനികളൊക്കെ ഈ കമ്പനിയുടെ ക്ലയൻറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. കൂടാതെ ടോട്ടൽ ക്ലയൻറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ 171 മുകളിലാണ്. കൂടാതെ സ്റ്റോക്ക് 1600 എന്ന റേഞ്ചിൽ നിന്നും ഉയർന്ന് 1800 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും വരും സമയങ്ങളിൽ അപ്സൈഡ് മൊമെൻറ്റം തുടരാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് BLS ഇൻ്റർനാഷണൽ. BLS ഇൻ്റർനാഷണൽ 52 വീക്ക് ലോ ആയ 308 നിന്നും ഉയർന്ന് 365 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 521. 52 വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കാണ് BLS ഇൻ്റർനാഷണൽ. BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലും എക്സ്പോസറുണ്ട്. കൂടാതെ കമ്പനി തുടർച്ചയായിട്ടുള്ള സ്ട്രാറ്റജിക് അക്വിസിഷൻ, ഡിജിറ്റൽ എക്കോണമി, സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള വളർച്ച തുടങ്ങിയവയുടെ ബെനിഫിറ്റ് നേടാൻ ശേഷിയുള്ള ഒരു കമ്പനി കൂടിയാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിലും കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലുമൊക്കെ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. 1983 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഈ കമ്പനി ലോകത്തിലെ തന്നെ വിസ ഔട്ട്സോഴ്സിംഗ് സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നുകൂടിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർന്നിരുന്നു. 85 കോടിയിൽ നിന്നും 145 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 36% CAGR കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്താണ് കഴിഞ്ഞ 10 വർഷമായി കമ്പനി കാഴ്ചവെക്കുന്നത്. 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 66%-അടുത്തുമാണ്. വാല്യൂഷൻ നോക്കുകയാണെങ്കിലും വാല്യൂഷൻ മികച്ചതാണ്. ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ 35.06, സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 30.08. കൂടാതെ സ്റ്റോക്ക് 30%-ലേറെ ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. അതുകൊണ്ട് BLS ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇനി BLS ഇൻ്റർനാഷണലിനും പ്രൊമോട്ടേഴ്സിൽ 70%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. DISന് 2.26% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. LICക്കും 1%-ലേറെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് BLS ഇൻ്റർനാഷണൽ. മൂന്നാമത്തെ കമ്പനി ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു മികച്ച കമ്പനിയായ PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക്. PG ഇലക്ട്രോപ്ലാസ്റ്റ് 753 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും 30%-ലേറെ കറക്റ്റായ സ്റ്റോക്കാണ്. 1084 52 വീക്ക് ഹൈ. 52 വീക്കിലോ 337. കമ്പനി 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 8 മുതൽ 10 ബില്യൺ രൂപ ക്യാപിറ്റൽ എക്സ്പാൻഷന് വേണ്ടി നീക്കിവെക്കാനും പോകുന്നുണ്ട്. കൂളർ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, റൂം എയർ കണ്ടീഷണർ തുടങ്ങിയ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ ഓൺ ടൈം ഗെയിനിൻ്റെ പശ്ചാത്തലത്തിൽ പ്രോഫിറ്റ് 40 കോടിയിൽ നിന്ന് 145 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വർഷത്തെയും കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ മികച്ച വളർച്ചയും കാണാൻ സാധിക്കും. 20%-ന് മുകളിൽ CAGR കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്താണ് കമ്പനിയിൽ കാണാൻ സാധിക്കുക. പ്രൊമോട്ടേഴ്സിന് 49.37% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.2 നിന്നും 10.45%-ലേക്കും DIS സ്റ്റേക്ക് ഹോൾഡിംഗ് 16.2 നിന്നും 16.3-ലേക്കും ഉയർത്തിയിട്ടുണ്ട്. ഇനി നാലാമത്തെ സ്റ്റോക്ക് ത്രിവേണി ടർബൈൻ 645 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 885 രൂപയാണ് 52 വീക്ക് ഹൈ. 52 വീക്കിലോ 660. പ്രതിവർഷം 225 ടർബൈൻ മാനുഫാക്ചറിങ്ങിൽ നിന്നും 350 ടർബൈൻ മാനുഫാക്ചറിങ്ങിലേക്ക് കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തിക്കഴിഞ്ഞു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും 30%-ലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്.
ഇനി പ്രോഫിറ്റ് 76 കോടിയിൽ നിന്ന് 95 കോടിയിലേക്ക് കമ്പനി ഉയർത്തിയിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 28% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. DISന് 10.6% സ്റ്റേക്ക് ഹോൾഡിങ്ങും. SBI സ്മോൾ ക്യാപ് ഫണ്ടിന് ഈ കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 3% സ്റ്റേക്ക് ഹോൾഡിംഗ് SBI സ്മോൾ ക്യാപ് എന്ന കമ്പനിക്കാണ്, SBI സ്മോൾ ക്യാപ് ഫണ്ടിനുണ്ട്. അവസാന സ്റ്റോക്ക് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് 1885 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2700 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ലോ 1310. 52 വീക്ക് ലോയിൽ നിന്നും സ്റ്റോക്കും ഒരു റിക്കവറിയുടെ പാതയിലാണ്. കമ്പനി പ്രധാനമായും ലെഡ് പ്രോസസ്സിംഗ് സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 5 ലക്ഷം മെട്രിക് ടണ്ണായി വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 600 കോടിയിലേറെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം കമ്പനി നടപ്പിലാക്കുകയും ചെയ്തു. ഗോൾഡ്മാൻ സാൻസ് ഈ കമ്പനിയുടെ 2.24% സ്റ്റേക്ക് ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യുന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.41 നിന്നും 5.44% ഉയരുകയും ചെയ്തു. 1992 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഈ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ലെഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയാണ്. കൂടാതെ ഇന്ത്യയിൽ നിന്നും 68% റവന്യൂവും ഫോറിനിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും 32% റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 300-ലധികം ഗ്ലോബൽ ക്ലയൻറ്റും സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ്. കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം 6000 മെട്രിക് ടണ്ണിലധികമുള്ള ഓർഡറുകൾ കമ്പനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടുമുണ്ട്. ഈ സ്റ്റോക്കും 30 മുതൽ 35% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുകൊണ്ട് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്